Okay, so anyhow, let's begin. Let me share my screen. We were talking about the understanding the child and preschool organization management and child development and different child development factors we discussed. In the previous classes, we discussed about the nutritional factors, understanding development of children in the preschool years. This is the chapter heading, understanding development of children in the preschool years. Those who are the first for this class, just write down the heading of the chapter, understanding development of children in the preschool years. Okay, so in this chapter, we discussed about the needs of a 3 to 6 years old child, and there are self-actualization needs, need to be competent, need to feel competent, need for belongingness, need for security, physiological needs. In the subheading of physiological and motor development, physiological needs, we studied about physical and motor development. Thereafter, now we are going to discuss about cognitive development. So, cognitive development എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. Cognition is the mental process. Cognition നിങ്ങൾക്കറിയാം. Cognitive development means during the first classes, we discussed that what is education and how this education can be defined. And what do you mean by education? Being a teacher, which are all the aspects that we have to concentrate in education? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപികയാവാൻ പോകുന്ന, വിദ്യാഭ്യാസ പ്രവർത്തകയാവാൻ പോകുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ഡെഫിനിഷൻസ് പറഞ്ഞു. ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് മഹാത്മാഗാന്ധി, എഡ്യൂക്കേഷൻ മീൻസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. എഡ്യൂക്കേഷൻ മീൻസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്? നാനാവിധത്തിലുമുള്ള വികസനം എന്താണ്? Great aim, and one more thing, where education definition ഉള്ളത്, എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ച് പല ഡെഫിനിഷൻസ് ഉണ്ട്. The great aim of education is not knowledge but action എന്ന് പറയും. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ലക്ഷ്യം? അറിവ് നേടുക എന്ന് മാത്രമല്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവൃത്തിയാണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ലക്ഷ്യം. ആണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കേണ്ട വിഷയം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൗദ്ധിക വികസനമാണ്. എന്താണ് ബുദ്ധി തലത്തിലുള്ള വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കാം വികസനങ്ങൾ നടക്കുക. അതിനകത്ത് എല്ലാ സ്കിൽസും ഉണ്ട്. ആ സ്കിൽസിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഈ മനുഷ്യ വിഭവ ശേഷി, എന്തൊക്കെ ശേഷികളാണുള്ള ആ പൊട്ടൻഷ്യൽസ്. we have a dream for the child, the dream to awaken the human potential in every child എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള. അപ്പൊ നമുക്ക് ഒരു കുട്ടിയെ കുറിച്ച് ഒരു ടീച്ചർക്ക് ഒരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നം ഒരു കുഞ്ഞിന്റെ മനുഷ്യ വിഭവശേഷിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന വളർച്ചയാണ് ആ ടീച്ചറുടെ സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നവുമായി ക്ലാസ്സിൽ പോകുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ പാഷനേറ്റ് ആണ്, വളരെ ത്രിൽഡ് ആയിരിക്കും. ആ ടീച്ചർക്ക് സമയം പോകുന്ന അറിയില്ല, ബോറടിക്കില്ല. അപ്പൊ ആ ടീച്ചർ ശ്രമിക്കുന്നത് കുട്ടികളിലുള്ള മനുഷ്യ വിഭവശേഷിയുടെ പൂർണ്ണത കണ്ടെത്തലാണെങ്കിൽ സ്പീക്കിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, തിങ്കിങ് സ്കിൽ, ചിന്തിക്കാനുള്ള കഴിവ്, അതിനാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് അതൊക്കെ വരിക. അതുപോലെ സോഷ്യലൈസേഷൻ സ്കില്ലുണ്ട്, കുട്ടികളായിട്ട് ഇടപെടാനുള്ള കഴിവ്, നന്നായി പെരുമാറാനുള്ള കഴിവ്, നന്നായി സംസാരിക്കാനുള്ള കഴിവ്. സോഫ്റ്റ് സ്കില്ലാണ് വ്യക്തിത്വ വികസനത്തിന്റെ മച്യൂരിറ്റിയുടെ ഒക്കെ തെളിവുകളുള്ള അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Cognition is the mental process that helps us to experience the world through our 5 senses. As we know, നമുക്കറിയാം 5 സെൻസസിലൂടെയാണ് നമ്മൾ ഈ വേൾഡിൽ ഭൗതികമായ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുന്നത്. മെന്റൽ പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെന്റൽ പ്രോസസ്സാണ്. അതുകൊണ്ടാണത് നമ്മൾ തിങ്കിങ് പ്രോസസ് എന്നൊക്കെ പറയുന്നത്. വെർബ് 4 തരത്തിലുണ്ടെന്ന് പറയും. എന്തിനാണ് 4ാം ക്ലാസ്സിലൊക്കെ 3-ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ടൈപ്സ് ഓഫ് വെർബ്സ് ചോദിച്ചാൽ അവർ പറയും കോൺക്രീറ്റ് വെർബ്, സ്പോക്കൺ വെർബ്, ഓക്കെ, തിങ്കിങ് വെർബ്, മെന്റൽ ആക്ഷൻ വെർബ് എന്നാണ് അതിന് പറയുക. പിന്നെ ഓക്സിലറി വെർബ്.
ഓക്സിലറി വെർബാണ്. ഈസ്, ആം, ആറ്, ഹാവ്, ഹാസ്, ഹാഡ്, വാസ്, വേർ, ഇങ്ങനെയുള്ള വില്ല്, ഷാല് ഒക്കെ ഓക്സിലറി വെർബാണ്. ട്രെയിനീസ് ഇത് എഴുതിയെടുക്കേണ്ട ആൾക്കാർ എഴുതിയെടുത്തോണം. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒന്നും പ്രത്യേകിച്ചില്ല, ഇതിന്റെ കൂടുതൽ കിട്ടും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന് കോഴ്സിന് ചേർന്നെങ്കിൽ ചേരാം. ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയാം. പക്ഷെ there are some teachers, those who are very fluent in English, they don't need any kind of help for language development. പക്ഷെ സഹായം ആവശ്യമുള്ള ആൾക്കാർ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവരൊക്കെ ഇതൊക്കെ എല്ലാം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് എഴുതിയെടുക്കണം. എഴുതിയെടുത്തില്ലെങ്കിൽ നാളെ ഓക്സിലറി വെർബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ എളുപ്പമാണ്. അപ്പം ഞാൻ പറയണത് അങ്ങനെയുള്ള ഇത്രയും വെർബുകൾ ടൈപ്പ് ഉണ്ട്, ടൈപ്സ് ഓഫ് വെർബാണ്. എന്താണ് സ്പോക്കൺ ആക്ഷൻ വെർബ്? വായും കൊണ്ട് ചെയ്യുന്ന സിംഗിങ്, സ്പീച്ച്, സ്പീക്ക്, ഏൾഡ്, കൊട്ടുവായിടുന്നതൊക്കെ അങ്ങനത്തെ വെർബാണ്, ആക്ഷൻ വേർഡ്സ് ആണ്. അതിനാണ് സ്പോക്കൺ ആക്ഷൻ. ഇനി ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്ന ലൈക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ തോട്ട് അബൌട്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാം മെന്റൽ ആക്ഷൻ വെർബുകളാണ്. അതുപോലെയുള്ളതാണ്. അതുകൊണ്ടാണ് ടൈപ്പ് ഓഫ് വെർബ്സ് പോലും അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന കോഗ്നിഷൻ ഈസ് ദ മെന്റൽ പ്രോസസ് ദാറ്റ് ഹെൽപ്സ് us to experience the world through our 5 senses. Sense of light, sight, അത് നിങ്ങൾക്കറിയാം, ഹിയറിംഗ്, ഫീലിംഗ്, സ്മെല്ലിംഗ് ആൻഡ് ടേസ്റ്റിംഗ്. These are the 5 senses. The information that we obtain from our sense organs, information we obtain from the sense organ is used to understand the world around us. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന വിവരങ്ങളൊക്കെയാണ് നമ്മളെ ചുറ്റിനുമുള്ള ലോകത്തെ ഒരു കുഞ്ഞു മനസ്സിലാക്കുക. The information stored in memory for use in future. അതാണ് ആ ഇൻഫർമേഷൻ ആണ് മെമ്മറിയിൽ. ദാറ്റ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് എന്ന് വേണമായിരുന്നു. Okay, the information is stored in memory for use in future. We also develop problem solving skills such as analysis, drawing conclusions, selecting the most appropriate solution, etc. We also develop problem solving skills. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ടൈം മാനേജ്മെന്റ് ഇതൊക്കെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിൽ പെടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂവില് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിനുള്ള കോച്ചിങ്ങും ക്ലാസ്സും ഒക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അതുപോലെ OET അതുപോലെ അങ്ങനെയുള്ള കോഴ്സിന്റെ ഒപ്പം ഇതുമുണ്ട്. സോൾവിങ് സ്കിൽസ് സച്ച് എസ് അനാലിസിസ്, ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, തരംതിരിക്കുക. ഡ്രോയിങ് കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക, ഒരു കൺക്ലൂഷനിലേക്ക്, രത്ന ചുരുക്കത്തിലേക്ക് എത്തിച്ചേരുക. സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ എക്സെട്ര. ഇതൊക്കെ കുട്ടികൾക്ക് സ്കിൽസിൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വഴിയാണ് വരുന്നത്. അപ്പൊ നമ്മള് മെന്റൽ സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ചൈൽഡ്ഹുഡ്. ഇവിടെ എന്താ പറഞ്ഞേ? ബുദ്ധിപരമായ വളർച്ച ജനനം മുതൽ ചൈൽഡ്ഹുഡ് വരെ തുടരും. അപ്പൊ പിന്നെ ഇനി നമ്മുടെ ബുദ്ധി വളരുമോ? അല്ലെങ്കിൽ ഞാനും നിങ്ങളും ചൈൽഡ്ഹുഡിൽ ഇപ്പോഴാണോ, നമ്മൾ ഏത് പീരീഡിലാണെന്ന് നമുക്കറിയാം. നമ്മൾ ചൈൽഡ്ഹുഡിലല്ല എന്തായാലും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി വളരുമോ? ഇനി നമുക്ക് എന്തൊക്കെയാണ്? അപ്പൊ എക്സ്പീരിയൻസ് കൂടും. അപ്പൊ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമ്മളെ എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുക? ഇത് നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണ് പറയണേ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ചൈൽഡ്ഹുഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 3 to 6 years ഓൾഡ് പീരിയഡ്, ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ്. ചൈൽഡ്ഹുഡ് ഫ്രം 3 to 12 years പീരിയഡ്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് കുട്ടിക്കാലം. ഇത് ഞാൻ പുതിയതായിട്ട് വന്നവരെയും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ട് വീണ്ടും പറയുന്നതേ ഉള്ളൂ. കേട്ടിട്ട് മനസ്സിലാവുന്നവരൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ കേട്ടവർക്കൊക്കെ ഇത് ബൈ ഹാർട്ട് പഠിച്ചു. Can you describe the cognitive development in first 3 years of life? അത് നമ്മൾ വിശദീകരിച്ച് നേരത്തെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ കുട്ടിയുടെ ബൗദ്ധിക വികസനം എങ്ങനെയായിരിക്കും? One important thing is that, things എന്നല്ല thing എന്നേ ഉള്ളൂ. Thing is that the time the children are 3 years old, they have learned that objects continue to exist even of when they are out of sight. 3 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കുന്നത് സാധനങ്ങൾ കാണുന്നില്ലെങ്കിലും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഇൻ ദ പ്രീ സ്കൂൾ ഇയേഴ്സ് തിങ്കിങ് മച്ചുവേഴ്സ് ആൻഡ് ചൈൽഡ് ഈസ് കേപ്പബിൾ ഫോർ സിംബോളിക് തോട്ട്. സിംബോളിക് തോട്ട് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് സിംബോളിക് തോട്ട്? ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി
സിംബോളിക് തോട്ടുള്ള കുട്ടിയുടെ കഴിവുണ്ടോ എന്ന് ഉറപ്പിക്കാൻ. ഇപ്പോൾ 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുട്ടി വണ്ടി ഓടിക്കുന്നതായിട്ട് കുട്ടി തന്നെ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ കുട്ടി സ്വന്തം വണ്ടിയുടെ സൗണ്ട് അനുസരിച്ചിട്ട് എഞ്ചിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നു. കുട്ടികൾ വണ്ടിയുടെ സൗണ്ട്, എഞ്ചിന്റെ സൗണ്ട് ഉണ്ടാക്കി വണ്ടി ഓടിക്കും. അതൊരു സിംബോളിക് തോട്ടിന്റെ റിസൾട്ട് ആണ്, പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് ആ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ സിംബോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവനാത്മകമായ ചിന്തകൾ ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ടാണ് ആ സാങ്കല്പികമായ അങ്ങനെ സിംബൽ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സിംബോളിക് തോട്ടുണ്ട് സാങ്കല്പികമായ കഥാപാത്രങ്ങളായി കുട്ടികൾ ചിലപ്പോൾ അഭിനയിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. അതൊരു 3 വയസ്സിന് ശേഷമാണ് കൂടുതലും വരിക. ഇനി നിങ്ങളുടെ കുട്ടികൾ, വീട്ടിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 2.5-3 വയസ്സിന് ശേഷമാണ് കുട്ടികൾ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, സ്വന്തമായിട്ട് ആക്ട് ചെയ്യും. LKG UKG പഠിക്കുന്ന കുട്ടികൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ റോൾ മോഡൽ ആവണമെന്ന് നമ്മൾ പറയുന്നത്, ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ ഈ കുട്ടി വീട്ടിൽ ചെന്നിട്ട് അച്ഛനെയും അമ്മേനെയും പഠിപ്പിച്ച് കാണിക്കും. അവിടെ ഈ സിംബോളിക് തോട്ട് നടക്കുന്നത് കൊണ്ട് ടീച്ചർ പറയുന്നതെല്ലാം ഓർത്തിരിക്കും. ടീച്ചറെ ബ്രെയിനിൽ അതേപോലെ ഈ കുട്ടി ഒപ്പിയെടുക്കും. എന്നിട്ട് ടീച്ചർ സിറ്റ് ഡൗൺ, ചിൽഡ്രൻ ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്, കീപ് ക്വയറ്റ്, ഡോണ്ട് ടോക്ക്, ഇങ്ങനെ ടീച്ചേഴ്സ് കൊടുക്കുന്ന ചില കോമൺ ഡയറക്ഷൻസ് ഒക്കെ എല്ലാ കുട്ടികളും കാണാതെ പഠിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സിനോട് പറയുന്നത്, whenever you are in the classroom, give common instructions in English language if you are teaching in English medium school. Why? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഇത് കുട്ടികൾ അതേപോലെ തന്നെ അക്വയർ ചെയ്യും. ഇംഗ്ലീഷ് മീനിങ് പഠിച്ചിട്ടല്ല, അവര് അത് കോപ്പി ചെയ്യും. ഓക്കെ, അത് ആ പ്രായത്തിൽ കുട്ടികളുടെ കഴിവാണ്. ഇനി അതർ ഫീച്ചേഴ്സ്, ഇതൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കഴിവാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ബുദ്ധിയുടെ വളർച്ച കുറവാണെന്ന് അർത്ഥം. ഇനി അതർ ഫീച്ചേഴ്സ് ഓഫ് പ്രീ സ്കൂളേഴ്സ് തിങ്കിങ് ആർ, ഇനി മറ്റെന്തെങ്കിലും അതർ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രീ സ്കൂളേഴ്സ് തിങ്കിങ്. പ്രീ സ്കൂളേഴ്സ് cannot mentally reverse and go backward, returning to the starting point. Because of their inability to retrace their thoughts, the children are unable to perform the task mentioned above. They cannot recall that the water in the board shadow glass came from the other tall narrow glass, and therefore the amount of water is the same in the both ones. അത് ഒരു ആക്ടിവിറ്റിയാണ്. അതിന്റെ ആക്ടിവിറ്റി ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു വെച്ച് വേറൊരു ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാതെ വെച്ചാലും കുട്ടികൾക്ക് ചിലപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ആക്ടിവിറ്റിയുടെ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് തരും. ഓക്കെ, പ്രീ സ്കൂളേഴ്സ് cannot mentally reverse and go backward, returning to the starting point because of their inability to retrace their thoughts. The children are unable to perform the task. Okay, ഇപ്പൊ പ്രീ സ്കൂളേഴ്സിന് ഇങ്ങനെ ഒരു കഴിവില്ല. അതുകൊണ്ട് പക്ഷെ നമ്മൾ പ്രീ സ്കൂളേഴ്സിന് കൊടുക്കുന്നത് അവരെ ആ കഴിവ് വളർത്താൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് കൗണ്ടിങ് ഒക്കെ കൊടുക്കും. റിവേഴ്സ് കൗണ്ടിങ്ങിൽ what comes before 5 എന്ന് ചോദിച്ചാൽ what comes after 5? It is 6. What comes before 7? It is 6. അപ്പം അങ്ങനെ പുറകോട്ട് കൗണ്ട് ചെയ്യാനും ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കാനാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മുടെ സിലബസിലും ലെസൺ പ്ലാനിലും പിന്നീട് നിങ്ങൾ അത് കാണും. ടീച്ചിങ് നോട്ട് നമ്മൾ ഡെമോ ക്ലാസ് എടുക്കും. ഇവിടെ ഓരോരുത്തരും ക്ലാസ് ഇങ്ങനെ ലൈവായിട്ട് വെർച്വൽ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാവും. Preschoolers' thought is rooted in the concrete world. However, the child's cognitive skills are gradually maturing. Okay, concrete action word എന്ന് പറഞ്ഞിരുന്നു നമ്മൾ മുമ്പേ. സ്പോക്കൺ ആക്ഷൻ വേർഡ്, അതൊരു വെർബിന്റെ, കോൺക്രീറ്റ് വെർബിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പ്രീ സ്കൂളേഴ്സ് തോട്ട് ഈസ് റൂട്ടഡ് ഇൻ ദ കോൺക്രീറ്റ് വേൾഡ്. എന്താർത്ഥം? പ്രീ സ്കൂളേഴ്സിന്റെ ചിന്ത, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചിന്ത യാഥാർത്ഥ്യമായ കോൺക്രീറ്റ്, അതായത് അവരുടെ ചുറ്റിനും കാണുന്ന യഥാർത്ഥ ലോകത്തിലേക്കാണ് അവര് ആഴ്ന്നിറങ്ങുക. അവർക്ക് വലിയ ഇമാജിനേഷൻ, അത് കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഇമാജിനേഷൻ സിംബോളിക് തോട്ടേ ഉള്ളൂ. അവർ കണ്ടിട്ടില്ലാത്ത, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തത് അവർ ഡെവലപ്പ് ചെയ്യില്ലല്ലോ. However, the child's cognitive skills are gradually maturing, and by observing, talking about and interacting with others, he develops skills of problem solving that help him deal with the unusual and unfamiliar situations in life.
അപ്പൊ കുട്ടികൾക്ക് പുതിയ സാഹചര്യങ്ങളും പുതിയ അവസരങ്ങളും ഒരുക്കി കൊടുക്കുമ്പോഴാണ് കുട്ടി പുതിയതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ, പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ഇതല്ലെങ്കിൽ മറ്റൊരു വഴി, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ള പരിശീലനങ്ങളും കഴിവുകളും ഒക്കെ വളരുന്ന മച്യൂറിങ്, അതായത് പക്വമാകുന്ന സ്കിൽസ് ഒക്കെ പക്വമാകുന്ന ഇത് ഒബ്സർവിങ്, ടോക്കിംഗ്, ഇന്ററാക്ടിങ്. അപ്പം LKG UKG ക്ലാസ്സിൽ ഒബ്സർവിങ് എന്താണ്? ടീച്ചർ ഈസ് ദ റോൾ മോഡൽ. ടീച്ചറാണ് ആദ്യം കാണിച്ചു കൊടുക്കുക, ടീച്ചറെ കുട്ടി നിരീക്ഷിക്കും. ടോക്കിംഗ് അബൌട്ട്, പിന്നെ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുകയും കുട്ടികളുമായി സംസാരിക്കുകയും പിന്നെ കുട്ടികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ ബുദ്ധിപരമായ വികാസത്തിനെ കുറിച്ചാണ് നമ്മളൊരു പാരഗ്രാഫ് പഠിച്ചതും മനസ്സിലാക്കിയത്. നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് വിച്ച് ഇസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സംസാര ഭാഷ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഭാഷയ്ക്കാണ് ലാംഗ്വേജ്. അതേസമയം കമ്മ്യൂണിക്കേഷൻ ആക്ഷൻ ആയിട്ടും കാണിക്കാം, കരഞ്ഞും കാണിക്കാം. അത് ചെറിയ പ്രായത്തിലാണ്. ഇവിടെ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴാണ് ഭാഷ ഉപയോഗിച്ചുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സ്പോക്കൺ വേർഡ്സ് ആണ്, സംസാര ഭാഷയിലൂടെയുള്ള ഒരു ഭാഷാ വികസനത്തിന് വേണ്ടിയിട്ടാണ്, വികസനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ ആനിമൽസ്. അത് തന്നെയാണ് മനുഷ്യരെ മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാക്കുന്നത്. എന്താണ്? ലാംഗ്വേജ് ഈസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്. അതാണ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ഇവിടെ, ബിഗിൻസ് തെറ്റാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഹ്യൂമൻ ബീയിങ്സ് BINGS ആണ്. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ ആനിമൽസ്. Let us recall the stages of language development as the ability to communicate through speech, സൗണ്ടിലൂടെ, സംസാരത്തിലൂടെ, which we have discussed in the previous unit. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് അതൊന്നും കൂടെ പറയണം. ക്രൈയിങ്, ഫസ്റ്റ് എന്താണ് ക്രൈയിങ്, പിന്നെ കൂയിങ്, കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. The child produces sound from his throat. Bubbling, the child combines a vowel and a consonant sound and repeats continuously. അല്ലെങ്കിൽ ബബിൾ ആണ്, ബേബി അല്ല ബബിൾ ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതൊക്കെയാണ്. ബബ്ലിംഗ്, ദ ചൈൽഡ് കമ്പൈൻസ്. കുട്ടിക്ക് ഇത് വവ്വലാണ്, സ്വരാക്ഷരമാണ്, വ്യഞ്ജനാക്ഷരമാണെന്നല്ല, ആ സ്വരം വവ്വൽസും കോൺസണന്റ് സൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മീനിങ് വേർഡ് ജനറൽ, അതിനുശേഷമാണ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർ ടേക്കർ, മാ, പ. അതൊക്കെ പപ്പ, മമ്മി, അല്ലെങ്കിൽ അത്, ഇത്, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്. സിംഗിൾ വേർഡ് സെന്റൻസസ്. ബോൾ can mean I see a ball, I want the ball, my ball fell down. Stage of telegraphic speech. Want ball, see ball എന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് സെന്റൻസ് ഉണ്ടാവില്ല. ബോള് അത് എന്ന് പറഞ്ഞാൽ അതെനിക്ക് വേണം എന്നർത്ഥം. ബോൾ വേണം എന്ന് പൂർണ്ണമായിട്ടും ചിലപ്പോൾ കുട്ടി പറയുന്നത് അത്, ഇത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. സിമ്പിൾ സെന്റൻസസിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ്. ഇത്രയും സ്റ്റേജസിലൂടെ കടന്നിട്ടാണ് ഐ വാണ്ട് എ ബോൾ എന്ന് ലാസ്റ്റ് ഫൈനൽ സെന്റൻസിലേക്ക് കുട്ടി എത്തുള്ളൂ. ഇനി ലാംഗ്വേജ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഭാഷാ വികസനം, ബുദ്ധി വികസനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കണം. ലേണിംഗ് എനി ലാംഗ്വേജ് ഇംപ്ലൈസ് അക്വയറിംഗ് 4 സ്കിൽസ്. ഇത് നിങ്ങൾ അറിയാവുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏത് ഭാഷയും നേടിയെടുക്കാൻ, അക്വയർ ചെയ്യാനുള്ള 4 സ്കിൽസ് ആണ്. വാട്ട് ഈസ് ദാറ്റ്? ലിസണിങ്, LSRW എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾക്ക് LSRW എന്നൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. LSRW. As we all know, language development starts from birth, but the rate at which language develops is extremely rapid in the preschool years. ഈ പ്രീസ്കൂൾ ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഭാഷാ വികസനം നടക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ സമയത്ത് കുട്ടികൾക്ക് എത്ര 2-3 ഭാഷകൾ വേണമെങ്കിലും ഈസി ആയിട്ട് അക്വയർ ചെയ്യാനുള്ള ബുദ്ധിശക്തിയും കഴിവും കുട്ടികൾക്കുണ്ട്. ചിലർ വിചാരിക്കും മദർ ടങ് മാത്രം പഠിപ്പിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ചിലർ വിവാദങ്ങളൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷ് പഠിക്കും കുട്ടി, ഹിന്ദി പഠിക്കും, അറബിക്ക് പഠിക്കും, മലയാളം പഠിക്കും, 4 ലാംഗ്വേജസ് LKG UKG ക്ലാസ്സിൽ കുട്ടി പഠിക്കും. ഒരു പ്രശ്നമില്ല. നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് വളരെ ഈസിയാവും. ഓക്കെ, ഇവിടെ എസ് അല്ല. A 3-year-old has a vocabulary of approximately 12,000 to 14,000 words.
3 വയസ്സുള്ള ഒരു കൊച്ചിന് എത്ര വൊക്കാബുലറി ഉണ്ടാവും? 12,000 to 14,000. ഇത്, ഈ, ആ, അവിടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അത്രയും പദസമ്പത്ത്. വൊക്കാബുലറി മീൻസ് പദസമ്പത്ത്. The number of words the child understands is much larger. Okay, കുട്ടി understand ചെയ്യുന്ന the number of words the child understands is much larger. Okay, not only do children use more words, but also the sentences they speak become longer and grammatically more complete. Their ability to follow instructions and frame questions also improves dramatically. ഈ 3 വയസ്സ് മുതൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പ്രീ സ്കൂൾ കുട്ടികളാണ് ചോദ്യം ചെയ്യാൻ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പഠിക്കുന്നത്. ആ സമയത്ത് WH ക്വസ്റ്റ്യൻസ്, വേർ, വാട്ട്, വൈ, ഹൗ ഇങ്ങനെയൊക്കെയുള്ളത് പഠിപ്പിക്കാനാണ് നമ്മൾ കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻസ് റെഡിമെയ്ഡ് ആയിട്ട് ചോദിക്കേണ്ടത്. Where did you come from? Where is your house? In which class are you? What is your name? How are you? How old are you? What did you have for your breakfast? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടീച്ചേഴ്സ് പ്രീ പ്രൈമറിയിൽ LKG UKGയിൽ ചോദിക്കാൻ പറയും. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവരിത് കേട്ട് പഠിക്കാൻ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനാണ്. ഇതൊരിക്കലും മീനിങ് പഠിച്ചിട്ട് കുട്ടീനെ കാണാതെ തത്തമേ പൂച്ച എന്ന് പഠിപ്പിക്കുന്ന ചില സ്കൂളുകളുണ്ട്. ഞാൻ പഠിച്ച സർക്കാർ എയ്ഡഡ് സ്കൂൾ, ഒരു കോൺവെന്റ് സ്കൂളിൽ അന്നൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ജമ്പ് ചാടുക ഇങ്ങനെ 5 പ്രാവശ്യമൊക്കെ എഴുതിപ്പിക്കും. ആ ടീച്ചർ ജമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചാടിക്കാണിച്ചാൽ അത് കാണാതെ പഠിക്കുമായിരുന്നു. പക്ഷെ ജമ്പ് ചാടുക അങ്ങനെയൊക്കെ ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുവിധം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കുറെ പേര് അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ മലയാളത്തിൽ എഴുതി പഠിക്കേണ്ടതല്ല, സിമ്പിൾ ലാംഗ്വേജ് മീനിങ് അത് പ്രവൃത്തിയിൽ കുട്ടി സ്വന്തം അക്വയർ ചെയ്യേണ്ടതാണ്. അതിനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കാറില്ല. ചിൽഡ്രൻ അതുപോലെ ഫോണറ്റിക്സും ലാംഗ്വേജ് ഒക്കെ കുട്ടികളോട് നമ്മളിപ്പോ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ ഈ ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ട ജംപ്ഡ് എന്നാരും പറയില്ല, ജംപ്ഡ്, ഡ് അല്ല ട് ആണ് വരുന്നത്. വർക്ക്ഡ് ഒരിക്കലും വർക്ക്ഡ് എന്ന് പറയില്ല. അതൊക്കെ നമ്മൾ തെറ്റായി പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും പല സ്കൂളുകളിലും ചില ടീച്ചേഴ്സ് അവർ പഠിപ്പിച്ച സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന ടീച്ചർ അല്ലെങ്കിൽ ലോക്കൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വന്ന ടീച്ചർ അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കാറ്. അതുകൊണ്ട് കുട്ടികൾ തെറ്റായിട്ടുള്ള ഫോണറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒക്കെ കിട്ടുന്നു. Children, as they begin to understand and apply grammar rules, make several errors of over generalization or under extension. Okay, children, as they begin to understand and apply grammar rules, make several errors of over generalization or under extension. അവർ ആദ്യം ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കും. ചിൽഡ്രൻ അത് സ്വാഭാവികമാണ്, തുടക്കത്തിൽ അങ്ങനെയാണ്. റൂൾസ് മേക്ക് സെവറൽ എറേഴ്സ്, പിന്നീട് അത് ജനറലൈസേഷൻ ആയി മാറും, ഒരു സാമാന്യവൽക്കരണത്തിലേക്കും അണ്ടർ എക്സ്റ്റൻഷൻ, അത് വിപുലീകരണത്തിലേക്കൊക്കെ മാറി അത് ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് I went to school, 4-year-old നേഹ says, ഒരു കുട്ടിയുടെ പേരാണ്, I got to school. Actually, why do you think Neha made this mistake? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്? It is a grammatical mistake. What is the mistake? Go, went. ഇതിപ്പം മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. മലയാളികളാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയി എന്ന് പറയുന്നതിന് പകരം ഞാൻ സ്കൂളിൽ പോകും, ഇന്നലെ പോകും എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. ഇന്നലെ പോകും അല്ലെങ്കിൽ ഞാൻ നാളെ പോയി എന്നും പറയും. അപ്പോൾ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ പിന്നീടാണ് പിക്കപ്പ് ചെയ്ത് വരിക. അതുകൊണ്ട് go, past tense went, gone, past participle എന്നൊന്നും പഠിപ്പിക്കേണ്ട. പക്ഷെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സിലബസിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഗ്രാമർ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ അവരത് ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കും. അത് 1, 2, 3 ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ്. LKG UKG പ്രീ സ്കൂളേഴ്സിന് അതിന് ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരിക. ഗ്രാമർ ചിലപ്പോൾ കോമ്പിനേഷൻ ഒക്കെ പിന്നീട് കുറയും. ഓക്കെ, നൗ our time is over. We are going to wind up the session.